നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒളിമ്പിക്സ് ഫുട്ബോളിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ അർജൻറ്റീന ഫ്രാൻസിനോട് പൊട്ടിയ ശേഷം കളിക്കളത്തിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. കളി കഴിഞ്ഞിട്ട് രണ്ട് ടീമുകൾ സൗഹൃദത്തിൽ കൈകൊടുത്ത് പിരിഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണാറുള്ളതെങ്കിൽ ഇവിടെ ഒന്നും തള്ളും അടിപിടി എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഫ്രാൻസിൻ്റെ സെലിബ്രേഷൻ ശരിയായില്ല എന്നാണ് അർജൻറ്റീനക്കാരുടെ വാദം. അങ്ങനെ അതിൽ പ്രധാനമായിട്ടും അവരുടെ ബെഞ്ചിന് നേരെ ചെന്നുകൊണ്ട് ഷൗട്ട് ചെയ്യുകയും ഒബ്സീൻ ജസ്റ്റർ കാണിക്കുകയും ചെയ്തു എന്നാരോപിക്കപ്പെടുന്ന എൻസോ മില്ലറ്റാണ് കുറ്റക്കാരൻ എന്ന് റഫറി പിന്നെ വിധിച്ചു. റഫറി എൻസോ മില്ലറ്റിന് റെഡ് കാർഡ് കൊടുക്കുകയും ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിയറി ഹെൻറി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹമാണല്ലോ ഫ്രാൻസിൻ്റെ കോച്ച്. മറുഭാഗത്ത് മഷറാനോയാണ്. രണ്ടുപേരും ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളവരാണ്. ഏതായാലും തിയറി ഹെൻറി മഷറാനോയുടെ കളിരീതിയെക്കുറിച്ചും മറ്റുമൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ സംഭവ വികാസത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഹെൻറിയുടെ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും കളിയുടെ അവസാനത്തിൽ സംഭവിച്ചത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ഒടുവിൽ ഞങ്ങളുടെ ഒരു താരത്തിന് റെഡ് കാർഡ് കിട്ടുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടുണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മഷറാനൊക്കെ ഷെയ്ക്ക് കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സംഭവിക്കാനുള്ളത് സംഭവിച്ച് കഴിഞ്ഞിരുന്നു. ഇതാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് അതൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം അർജൻറ്റീന ടീമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൂടി നോക്കാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ കളിക്കാൻ ഉദ്ദേശിച്ച രൂപത്തിൽ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. അർജൻറ്റീന നല്ല രൂപത്തിൽ ബോൾ കൈവശം വെച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള കളി പുറത്തെടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് ഡിഫറെൻറ്റ് ലെവലിൽ കളിക്കേണ്ടി വന്നു. ഞങ്ങൾ നോർമലി കളിക്കുന്ന രീതിയിൽ കളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ആ ഗോള് പെട്ടെന്ന് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഗുണകരമായിട്ട് മാറി. അതേസമയം അർജൻറ്റീനയുടെ കളി കൊണ്ട് ഞങ്ങൾ ഭയന്നു എന്നല്ല പറയുന്നത്, ഒട്ടും ഈസി ആയിരുന്നില്ല കളിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് അൽമേഡയുടെയും നിക്കോളാസ് ഓട്ടാമൻഡിയുടെയും ഒക്കെ കളിരീതികൾ ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ടഫ് മാച്ചായിരുന്നു. മഷറാനോ മികച്ചൊരു ടീമിനെയാണ് കളിക്കളത്തിലേക്ക് ഇറക്കിയത്. അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈല് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ തിയറി ഹെൻറി പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.